നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചാണല്ലോ ഇപ്പോൾ കാർലോ അഞ്ചലോട്ടി. പക്ഷേ അദ്ദേഹം അതിനു മുമ്പും ഒരുപാട് ബ്രസീലുകാരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ക്ലബ് ഫുട്ബോളിലൊക്കെ ആയിട്ട്. ആദ്യമായിട്ടാണ് ഒരു ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് മാർക്ക് ചോദിക്കുന്നു, നിങ്ങൾ പരിശീലിപ്പിച്ച ബ്രസീലുകാരിൽ നിന്ന് ഒരു ഡ്രീം 11 ഉണ്ടാക്കാൻ പറ്റുമോ? ബ്രസീലിൻ്റെ ഡ്രീം 11. കാർലോ അഞ്ചലോട്ടി പരിശീലിപ്പിച്ചവരിൽ നിന്നുള്ള ബ്രസീലിൻ്റെ ഡ്രീം 11. അദ്ദേഹം വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഗോൾ കീപ്പറായിട്ട് ഞാൻ ഡിഡയെ വെക്കും. യെസ്, ബ്രസീലിൻ്റെ ഗോൾ വലകാത്ത സൂപ്പർ ഗോൾ കീപ്പറായിരുന്ന ഡീഡ ഗോൾ കീപ്പറായിട്ട് ഉണ്ടാവും. പിന്നെ ബാക്ക് ലൈനിലാണെങ്കിൽ കഫു, മിലിറ്റാവോ ഇവരായിരിക്കും. പിന്നെ തിയാഗോ സിൽവയും മാർസലോയും ഉണ്ടാകും. ഇതായിരിക്കും എൻ്റെ ബാക്ക് ലൈന്. മധ്യനിരയിൽ കാസമിറോയും കക്കയും എന്തായാലും ഉണ്ടാവും. റോഡ്രിഗോ റൈറ്റിലോ ലെഫ്റ്റിലോ അവൻ എവിടെയാണെന്ന് വേണ്ടത് വെച്ചാൽ കളിക്കട്ടെ, റോഡ്രിഗോ ഉണ്ടാവും. വിനീഷ്യസ് ലെഫ്റ്റിലുണ്ടാവും. പിന്നെ ടോപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഡൗട്ട്സ് ഉണ്ട്, കാരണം ഒരുപാട് താരങ്ങളുണ്ട്. എന്നാൽ ഞാൻ റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡിനോ എന്നിവരെയായിരിക്കും മുന്നേറ്റത്ത് കളിപ്പിക്കുക എന്നുകൂടി അദ്ദേഹം പറയുന്നു. സോ ഇതൊരു കിടിലൻ ടീമാണെന്ന കാര്യത്തിൽ തർക്കമേയില്ല. ആഞ്ചലോട്ടി AC മിലാനിലും റയൽ മാഡ്രിഡിലും ഒക്കെ ആയിട്ട് ബ്രസീലുകാരെ ഒരുപാട് പരിശീലിപ്പിച്ചിട്ടുള്ളതാണ്. വ്യത്യസ്ത ലീഗുകളിൽ അദ്ദേഹം കണ്ടല്ലോ, 5 ലീഗുകളിൽ അദ്ദേഹം കിരീടം ചൂടിയിട്ടുണ്ട്, യൂറോപ്പിൽ 5 ലീഗുകളിൽ. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ നിരവധിയായിട്ടുള്ള ബ്രസീലുകാരെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ ഒരു കിടിലൻ ടീം അദ്ദേഹം പറയുന്നത് ഒരു വല്ലാത്ത ടീമാണെന്ന കാര്യത്തിൽ തർക്കമേയില്ല. ഏതെല്ലാം മുന്നേറ്റത്തിനെ മാത്രം നോക്കിയാൽ മതി. റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡിനോ 2002 വേൾഡ് കപ്പ് നേടിയ ടീമിൻ്റെ മുന്നേറ്റ നിര. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.